അൻവർ റഷീദ് നമ്മൾ യാത് തൊട്ട് കഴിഞ്ഞാലും നമ്മൾ ആവശ്യം പോലെ മിന്നുന്നതെല്ലാം പൊന്നാവും പോലെ, അതായത് നമ്മുടെ ബേസിൽ പറയാൻ പോലെ കിണ്ടാച്ചി പെർഫോമൻസ്. കാണാൻ ടെക്നിക്കലി പടം കിടിലാണ്. അപ്പൊ തിയേറ്ററിൽ തന്നെ എല്ലാവരും കാണണമെന്നാണ് എന്റെ അഭിപ്രായം. ക്യാരക്ടറൈസേഷൻ ഒന്നും അത്ര അങ്ങോട്ട് ഫ്ലോ ആയിട്ടില്ല. നല്ല സിനിമയായിരുന്നു, അടിപൊളി സിനിമ. മേക്കിംഗ് ഒരു രക്ഷയില്ല. മേക്കിംഗ് നല്ല രസമായിരുന്നു, മ്യൂസിക് നല്ല രസമായിരുന്നു. കഴിഞ്ഞ വർഷം ആവേശമാണെങ്കിൽ ഈ വർഷം പ്രായം കൂടി ചാപ്പാണ്. പടം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൻവർ റഷീദിന്റെ പടങ്ങളൊക്കെ എല്ലാം ഇതാരടം പാഴായി പോയിട്ടൊന്നുമില്ല. അൻവർ റഷീദ് നമുക്ക് നല്ലൊരു പടം തന്നിട്ടുണ്ട്. പിന്നെ മിന്നതെല്ലാം പൊന്നാക്കി തരുന്ന നമ്മുടെ ബേസിലിന്റെ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ കിണ്ടാച്ചി പെർഫോമൻസ് എന്ന് പറയാൻ കിണ്ടാച്ചി പെർഫോമൻസ് അടിപൊളിയായിരുന്നു. പിന്നെ സൗബിന് നല്ല ആക്ടിങ് ആയിരുന്നു. അതായത് നമ്മുടെ ഷാപ്പിലെ ഒരു ജോലിക്കാരൻ എന്നുള്ള ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ എങ്ങനെയാണ് ആ ഒരു കോസ്റ്റ്യൂംസും ഈ പടത്തിന് വേണ്ടി സഹകരിച്ച് എല്ലാവരും അടിപൊളിയായിട്ട് എല്ലാ രീതിയിലും വർക്കൗട്ട് ആയിരുന്നു. അതുപോലെ തന്നെ ക്യാമറ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറമാനും അടിപൊളിയാണ്. ക്യാമറ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല വർക്കായിരുന്നു. പിന്നെ ചെമ്പ വിനോദിനെ കണ്ടു കഴിഞ്ഞാൽ ചെമ്പ വിനോദിന്റെ നല്ല പെർഫോമൻസ് കിട്ടിയായിരുന്നു ഒന്നും പറയില്ല. പിന്നെ അൻവർ റഷീദ് നമ്മൾ യാത് തൊട്ട് കഴിഞ്ഞാലും നമ്മൾ ആവശ്യം പോലെ മിന്നുന്നതെല്ലാം പൊന്നാവും പോലെ, അതായത് നമ്മുടെ ബേസിൽ പറയാൻ പോലെ കിണ്ടാച്ചി പെർഫോമൻസ്. ഇല്ല മാംഗോ ചില്ലിയുടെ പൈസ വെറുതെ പോലെ പടം കൊള്ളാം. അതായത് വലിയ ബമ്പന്മാരെ ഈറ്റടിക്കാത്ത പടങ്ങളെല്ലാം കൊച്ചു ഭയങ്കര ഈറ്റടിക്കുന്നത്. അതിന് നമ്മൾ മോഹൻലാലിന്റെ പടം ഞാൻ റിവ്യൂ പറയാനായിട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ റിവ്യൂ പറയാൻ സമ്മതിച്ചില്ല. എന്നിട്ട് കൊച്ചു പൈലല്ലേ പറഞ്ഞത് കിടന്ന് ഉറങ്ങിപ്പോയെന്ന്. വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ തീരുമാനമാണ്. അത് ഇനി ആരൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആ കോസ്റ്റ്യൂമിൽ വരും, പടം കാണുകയും ചെയ്യും, റിവ്യൂ പറയുകയും ചെയ്യും. അത് എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ അടിക്കേണ്ട കൗണ്ടർ നമ്മൾ അടിക്കുകയും ചെയ്യും. നമ്മളാരും അനാവശ്യമായിട്ട് ചീത്ത പറയുന്നില്ല, വഴക്ക് പറയുന്നതൊന്നും പറയാനില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സംസാരം മാത്രമേ നമ്മൾ ടെക്നിക്കലി പടം ചെയ്തിട്ടുണ്ട്. പിന്നെ സൗബിന്റെ ആക്ടിങ് ആയിരുന്നാലും സൗബിനും പിന്നെ നമ്മുടെ ബേസിലും ഇവരൊക്കെ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ഓവർ കൊള്ളാം, നല്ല പടം. എല്ലാവരും കാണാൻ ടെക്നിക്കലി പടം കിടിലാണ്. അപ്പൊ തിയേറ്ററിൽ തന്നെ എല്ലാവരും കാണണമെന്നാണ് എന്റെ അഭിപ്രായം. ക്യാരക്ടറൈസേഷൻ ഒന്നും അത്ര അങ്ങോട്ട് ഫ്ലോ ആയിട്ടില്ല. സസ്പെൻസ് എൻ്റെ ഒരു സസ്പെൻസിലുണ്ട്. അത് ക്ലൈമാക്സ് ടിസ്റ്റ് ഇതെല്ലാം പറഞ്ഞാൽ ഓക്കെയാണ്. പിന്നെ കാര്യമായിട്ട് നോട്ട് ചെയ്ത് മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ആണ്. വിഷ്ണു വിജയ് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല എൻഗേജ്മെന്റ് ആയിട്ട് നിർത്തിയിട്ടുണ്ട്. എടുത്തു പറയേണ്ട അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല. അയാളെ പേര് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. നല്ല സിനിമയായിരുന്നു, അടിപൊളി സിനിമ. മേക്കിംഗ് ഒരു രക്ഷയില്ല. ശ്രീരാജ് സിംഗ് പുതിയ സംവിധായകനാണ്, പക്ഷെ ഒരു പുതിയ സംവിധാനം ചെയ്ത പടാന്ന് പറയത്തില്ല. അജാതി മേക്കിംഗ് ആണ്. ആക്ടിങ് ബേസില് ചെമ്പ വിനോദ് ജോസ്, പിന്നെ സൗബിൻ ഷാ ലിസ്റ്റൊക്കെ അടിപൊളിയാണ്. ചെറിയ ഡിസ്റ്റോള്, പക്ഷേ അതിന്റെ മേക്കിംഗ് ആണ് അതിന്റെ ഹൈലൈറ്റ്. പെർഫോമൻസ് സൗബിൻ ഷായർ, ബേസിൽ ജോസഫ്, ചെമ്പ വിനോദ് ജോസ്, പിന്നെ ചാന്ദിനയുടെ നല്ല പെർഫോമൻസ് ആയിരുന്നു. ചാന്ദിന് അടിപൊളി പടം. പിന്നെ സിനിമോട്ടോഗ്രാഫിയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. സൂപ്പർ സിനിമോട്ടോഗ്രാഫിയാണ് പടത്തിന്റെ. പിന്നെ മസ്റ്റ് വാച്ച് പക്ക. ഈ വർഷം ജനുവരിയിലെ മെയിൻ ഈ പടം തന്നെ ആയിരിക്കും. വേൾഡ് ക്ലാസ്. ഇതുവരെ ഉള്ളതിൽ ബെസ്റ്റ് എന്ന് പറയാം. അത്രയ്ക്ക് വേൾഡ് ക്ലാസ് ആണ്. ഒരു രക്ഷയില്ല, കുഴപ്പമില്ല, കൊള്ളാം. പടം ഒരു നല്ല മസ്റ്റ് വാച്ച് മൂവിയാണ്. നമ്മളതിൽ വരുമ്പോഴത്തേക്കും നമ്മൾ പ്രതീക്ഷിക്കുന്ന കണക്കല്ല. വരുമ്പോഴേ തന്നെ ആ സെറ്റ് ആ ഇതിൽ നിന്നൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്കും ആ സെറ്റ് തന്നെ നമ്മളെ എൻഗേജ് ആക്കി. ആ ഒരു ഷാർപ്പയാകുമ്പോഴത്തേക്കും അതിൽ നിന്ന് ഔട്ടായിട്ട് പുറത്ത് മൊത്തം ചുറ്റി നടക്കുന്ന കാര്യങ്ങളെല്ലാം എൻഗേജ് കാണിക്കുന്ന ഒരു മസ്റ്റ് വാച്ച് ത്രില്ലാണ്. സൗബിന്റെ ആയാലും ബേസിന്റെ ആയാലും എല്ലാവരും അടിപൊളിയായിട്ടാണ് ചെയ്ത് വെച്ചേക്കുന്നത്. സോ അടിപൊളി ആ സൗണ്ടും എല്ലാം കൂടെ വെച്ചാണെങ്കിൽ ഒരു മസ്റ്റ് വാച്ച് ടോപ്പ് വെച്ചാണ്. അത് നല്ലൊരു ഇതിലാണ്. എല്ലാ സിനിമയിലും അവസാനം സീനുണ്ട്. അതെല്ലാം നമുക്ക് ആ ഫ്രെയിമിനകത്ത് തന്നെ നമ്മളെല്ലാം കണ്ടിരിക്കേണ്ടവരാണ്. ഇത് നമ്മൾ ഒട്ടും ബോറടിക്കില്ല, ഫുൾ എൻഗേജ് ആയിട്ടാണ്. ആക്ടിങ് ശരി, എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു. വൺ ടൈം വാച്ച് എന്ന് പറഞ്ഞാൽ ചില ഷോർട്സ് ഒക്കെ നല്ല രസം. ലൈക്ക് അത് വീണ്ടും റീവാച്ച് വാല്യൂള്ള ഷോർട്സ് ഉണ്ട്. മൊത്തം മൂവി റീവാച്ച് വാല്യൂ അങ്ങനെ പറയും. സിനിമറ്റോഗ്രഫി വെരി ഗുഡ്, വെരി നൈസ്. നല്ല മേക്കിംഗ് നല്ല രസമായിരുന്നു, മ്യൂസിക് നല്ല രസമായിരുന്നു. പിന്നെ ബേസിലിന്റെ ഒക്കെ ക്യാരക്ടർ നല്ല രസമായിരുന്നു. എടുത്തു പറയാൻ അൻവർ റഷീദിന്റെ എന്റർടൈൻമെന്റ്സിൽ പറഞ്ഞ പടമാണ്. അത് ആ ഒരു ബ്രാൻഡ് എന്ന് പറയുന്ന സംഭവം നിലനിർത്തിയിട്ടുള്ള വിശ്വാസം ഒരു രക്ഷയില്ല. കിടിലം പടം തന്നെയാണ്, വേറെ ലെവലാണ്. നമുക്ക് മോശമായിട്ട് പറയാനുള്ള വിഷയമാണെങ്കിൽ എല്ലാം ഒന്നും നമുക്ക് മികച്ച രീതിയിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ മോശമെന്ന് പറയാൻ ഒന്നുമില്ല. കിടിലം ലെവലാണ്, വേറെ ലെവൽ പടമാണ്.
ഉറപ്പായിട്ട് കഴിഞ്ഞ വർഷം ആവേശമാണെങ്കിൽ ഈ വർഷം പ്രായം കൂടി ചാപ്പാണ്. ഖാലിദിന് എന്തായാലും സിനിമാറ്റോഗ്രാഫി ബോറായിരിക്കില്ലല്ലോ, നമുക്ക് അറിയാലോ. ആ സാധനമൊക്കെ പക്ക നീറ്റായിട്ട് വന്നിട്ടുണ്ട്, മ്യൂസിക്കിന്റെ ആണെങ്കിലും അതുപോലെ തന്നെ എല്ലാം. പക്ഷെ എനിക്ക് തോന്നുന്ന സ്ക്രിപ്റ്റിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കാൻ ഉണ്ടായിരുന്നു അവർക്ക്. അതെനിക്കാണ് പെട്ടെന്ന് തീർത്ത പോലെ ഫീൽ ചെയ്തു. ഒരു സെക്കൻഡാണ് അത്യാവശ്യം, സെക്കൻഡ് ഹാഫാണ് അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയ ഒരു ഇതായിട്ട് ഫീൽ ചെയ്തു. പിന്നെ ബേസിലിന്റെയും സൗബിന്റെയും ചെമ്പന്റെയും ചാന്ദിനിന്റെ ഒക്കെ പെർഫോമൻസ് സൂപ്പറായിരുന്നു. വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല. എനിക്ക് വലിയ തൃപ്തി ഉണ്ടെന്ന് ചോദിച്ചാൽ വലിയ തൃപ്തിയില്ല, ഒരു ഹാഫായിട്ട് ഉള്ള തൃപ്തിയുള്ളൂ. അവരുടെ പെർഫോമൻസ് ആണ്. ബേസിലാണെങ്കിലും ചെമ്പന്റെ ആണെങ്കിലും സൗബിന്റെ ആണെങ്കിലും ഒക്കെ അവരുടെ പെർഫോമൻസ് ആണ് എടുത്തു പറയാനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ സ്ക്രിപ്റ്റിന്റെ ആണ് ചെറിയൊരു പോരായ്മയുണ്ട് ഒരു ഫസ്റ്റ് ഹാഫിന്. പക്കയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, സ്ക്രിപ്റ്റിന്റെ ഒരു ചെറിയൊരു പോരായ്മ എനിക്ക് അതിനകത്ത് വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് അവരൊന്ന് ക്ലാരിഫൈ ചെയ്ത് വർക്ക് നല്ല ചെയ്തിരുന്നെങ്കിൽ ഫുള്ളി എനിക്ക് സാറ്റിസ്ഫൈഡ് ആയേനെ. അപ്പൊ എനിക്ക് ഹാഫേ ഉള്ളൂ, സത്യം പറഞ്ഞാൽ ഹാഫ് സാറ്റിസ്ഫാക്ഷൻ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഫാമിലി കയറും, വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴത്തെ വയലൻസ് മൂവിക്ക് വരെ ആൾക്കാർ കയറുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഇതും ഫാമിലി കയറാതിരിക്കുകയൊന്നുമില്ല. ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല മൂവി തന്നെയായിരിക്കും അവർക്ക്. നല്ല പടം, അടിപൊളിയായിട്ടുണ്ട്. മേക്കിംഗ് കൊള്ളാം, അടിപൊളി മേക്കിംഗ്. പെർഫോമൻസ് എല്ലാം പീക്ക് പെർഫോമൻസ് ആണ് എല്ലാവരെയും. സൗബിനാണെങ്കിലും ചെമ്മനാണെങ്കിലും ബേസിലാണെങ്കിലും എല്ലാം പെർഫോമൻസും. ബേസിലെ കുറേ കോമഡി സീൻസ് കുറേ വർക്കൗട്ടാണ്. എല്ലാം നല്ല അടിപൊളിയാണ്. സ്ക്രിപ്റ്റൊക്കെ സ്ക്രീൻ പ്ലേ ഒക്കെ നല്ല അടിപൊളി സ്ക്രീൻ പ്ലേ ആണ്. വിഷ്ണു വെച്ച മ്യൂസിക് ആണെങ്കിലും നല്ല അടിപൊളി മ്യൂസിക്കാണ്. സിനിമാറ്റോഗ്രാഫി മിക്ക സീൻസുകളും ടോപ്പ് നോച്ചായിട്ട് തോന്നിയിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കൊള്ളാം. ഷൈജുഖാന്റെ DOP കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഓൾമോസ്റ്റ് എനിക്ക് നല്ലപോലെ എന്റർടൈൻമെന്റ് ആയി. ബേസിൽ ഓരോ മൂവി കഴിഞ്ഞുള്ള ഒരു വെറൈറ്റി അഭിനയമാണ്. ഇപ്പം സൂക്ഷ്മദർശിനിക്ക് ശേഷം ഇത് വെറൈറ്റി ക്യാരക്ടറാണ്. പക്ഷേ ബേസിൽ അഭിനയമൊക്കെ കിടിലാണ്, നല്ല കോമഡിയൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. നല്ലൊരു പടമാണ്. ഈ വർഷത്തെ രേഖാചിത്രത്തിന് ഒരു കോമ്പറ്റീഷൻ ആയിരിക്കും. മേക്കിംഗ് ഒക്കെ നല്ല മേക്കിംഗ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്.